അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, ദുറൂസുൽ ഇസ്ലാമിലെ 10ാമത്തെ പാഠം തവക്കൽതു അലല്ലാഹ് പാഠം നമ്മൾ ശരിക്കും വായിച്ചു. തദ്രീബാത്തിലേക്ക് പ്രവേശിക്കുക. നക്തശിഫു കണ്ടെത്താനാണ്. ട്രാഫിക് നിയമങ്ങൾ കണ്ടെത്തുക. ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം. പച്ച ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി പോകണം. സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇടതുവശത്തു കൂടെ വാഹനങ്ങൾ മറികടക്കരുത്. വ്യക്തമാക്കും. വേഗത കുറക്കുക. 1, 2, 3, 4, 5 നിയമങ്ങൾ ട്രാഫിക്. നല്ല ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. ഇതും കണ്ടെത്തി പഠിക്കുക കേട്ടോ. നുബയ്യിനു മഅനൽ ഇഷാറ. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ സൂചനകളുടെ ഒക്കെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കാൻ. ഇങ്ങനെ കണ്ടാൽ എന്താ മനസ്സിലാക്കുക? സ്കൂളുണ്ട്. ഇങ്ങനെ കണ്ട ഇടത്തോട്ട് തിരിയുന്ന വളവുണ്ട്. ഇടത്തേക്കുള്ള തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഇടതു ഭാഗത്തേക്ക് തിരിയുന്നൊരു വളവ് വരാനുണ്ട്. വണ്ടി ശ്രദ്ധിച്ചു പോകണം. ഇങ്ങനെ കണ്ടാലോ കുന്നും കുഴികളും ഉള്ള വഴിയാണ്. ഈ പോണ വഴി അത്ര സുഖമുള്ള വഴിയൊന്നല്ല. കുന്നും കുഴികളൊക്കെ ഉള്ള വഴിയാണ്. ഇവിടെ ഇങ്ങനെ കണ്ടാൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കണ്ടാൽ കാൽനടക്കാർ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് സൂചിപ്പിക്കുക. നമ്മൾ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോ, വാഹനത്തിലൊക്കെ പോകുമ്പോ ഇങ്ങനെ നോക്കിയാൽ കാണാം. ഇങ്ങനെ ഓരോ റോഡിന്റെ സൈഡിലും പല ഭാഗത്തും ഇങ്ങനെ പല പോസ്റ്ററുകളും കാലുകളും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെ? അത് നമ്മൾ നോക്കിയാണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ അറിയാത്തതൊക്കെ കൂടുതലുള്ള വലിയ ആള് ചോദിച്ചോളൂ പറഞ്ഞു. നമുക്കിപ്പോ കുറച്ച് നമ്മൾ പറഞ്ഞു തന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തിപ്പടി കുറെ എണ്ണം കണ്ടെത്തണം കേട്ടോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ രണ്ടാമത്തെ നുജീബു ഉത്തരം എഴുതാനാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് എന്തിനാ? സുരക്ഷയ്ക്ക് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീണാലും വീഴുള്ളൂ, ഒടയൂല. പൊടയാതെക്കാൻ വേണ്ടിയിട്ടാണ് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുന്നത്. യാത്രക്കാരൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. പിന്നെ അടുത്ത ചോദ്യം, വാഹനം കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. കാണാതെ ഇരുന്ന് പഠിക്കണം കേട്ടോ. നല്ല മക്കളാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എയർപോർട്ടിലേക്ക് വണ്ടിയിൽ യാത്ര ചെയ്തവർ ആരെല്ലാം? ഉമ്മയും വസീമും റാബിഅയും. നമ്മളൊക്കെ അതിൽ പോയല്ലേ ഉള്ളൂ. ഇവിടെ പറഞ്ഞാൽ മതി. വണ്ടിയുടെ ഡ്രൈവറും മൂത്താപ്പൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് ഇവിടെ കഥയിൽ ഇപ്പൊ ഉമ്മയും വസീമും റാബിഅയും കേട്ടോ. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തിന്? സുരക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി. സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന സുരക്ഷയ്ക്ക് വേണ്ടി. നുൻഷിഉൽ ജുമല. നമ്മൾ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കണം, വാചകം ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരിക്കുക നിങ്ങള്. ഞാൻ നാളെ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ. രാവിലെ എന്ന് ഉൾക്കൊള്ളുന്നൊരു വാചകം ഉണ്ടായിരിക്കാണ്. ഞാൻ രാവിലെ മദ്രസയിലേക്ക് പോയി. നീ പറഞ്ഞു. സ്വീകരിക്കുക എന്ന ഒരു വാക്ക് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടായിക്കാണ്. സമ്മാനം സ്വീകരിക്കുക. കടന്നു വന്നു എന്നൊരു വാക്ക് വെച്ചിട്ട് അതുണ്ടായിക്കാണ്.
ഉസ്താദ് ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ നമ്മൾ ഒരു പദം കിട്ടിയാൽ 2-3 പദങ്ങൾ കൂട്ടിയിട്ട് സെന്റൻസ് ഒരു വാചകമാക്കി മാറ്റാൻ പഠിക്കണം. അതിനകത്തൊക്കെ എത്ര റെഡിയാക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു അസൈൻമെന്റ് റെഡിയാക്കി. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ കുറിപ്പ് തയ്യാറാക്കുക. ഞാനൊരു യാത്രന്റെ കുറിപ്പായി നിർത്തതാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ മാസം മടവൂർ മഖാം സിയാറത്ത് ചെയ്യാനും മർക്കസ് നോളജ് സിറ്റി കാണാനും വേണ്ടി പോയി. മടവൂർ ചെന്ന് സിയാറത്ത് ചെയ്തു. നോളജ് സിറ്റിയിൽ എത്തി. ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും നല്ല അന്തരീക്ഷവുമായിരുന്നു. മാനം മുട്ടി നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ, ഇന്റർനാഷണൽ സ്കൂൾ, ലോ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയവ ആ കെട്ടിടങ്ങളിൽ ചിലത് മാത്രം. ആ കെട്ടിടങ്ങൾക്ക് നടുവിൽ മിനാരങ്ങളും കുബ്ബകളും നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പള്ളിയുമുണ്ട്. ആ സിറ്റിയിലെ ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, നല്ല ബുദ്ധി തരണേ അല്ലാ, ഓർമ്മ ശക്തി തരണേ അല്ലാ, ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ, മരണപ്പെട്ടവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ.